നോക്കാൻ പോകുന്നത് വാട്സാപ്പ് എങ്ങനെ കണക്ട് ചെയ്യും, കോണ്ടാക്ട് ആഡ് ചെയ്യുന്ന മെത്തേഡ്, പിന്നെ ബൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അതിനായി നമുക്ക് ഫസ്റ്റ് വാട്സാപ്പ് കണക്ട് ചെയ്യണം. അതിനായി വാട്സാപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒരു ഓപ്ഷൻസ് വരും. ഫസ്റ്റ് റിപ്പോർട്ട്, പ്രൊഫൈൽ, ബൾക്ക് മെസ്സേജിംഗ്, ഓട്ടോ റെസ്പോണ്ടർ, ചാറ്റ്ബോട്ട്, എക്സ്പോർട്ട് പാർട്ടിസിപ്പൻസ്, API, ബട്ടൺ ടെംപ്ലേറ്റ്, ലിസ്റ്റ് മെസ്സേജ് ടെംപ്ലേറ്റ്, കോണ്ടാക്ട്സ്. നമുക്കിതിൽ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം സെലക്ട് വാട്സാപ്പ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ടാകും. അതിൽ സെലക്ട് ചെയ്യുക. ഓൾറെഡി ഒരു അക്കൗണ്ട് കണക്ട് ആയിട്ടുണ്ട്. ഞാൻ വേറൊരു അക്കൗണ്ട് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും മുകളിൽ ആഡ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ QR കോഡ് വരും. നമുക്ക് വാട്സാപ്പ് മൊബൈലിൽ ചെന്നിട്ട് ലിങ്ക് എ ഡിവൈസ് ക്ലിക്ക് ചെയ്യാം. ചെയ്ത ശേഷം അതിൽ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തു. ഇപ്പോൾ വാട്സാപ്പ് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് വാട്സാപ്പും കണക്ട് ആയിട്ടുണ്ട്. വീണ്ടും വേറെ വാട്സാപ്പ് കണക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ആഡ് പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീണ്ടും സ്കാൻ ചെയ്യുക. ഓക്കെ, സ്കാൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വാട്സാപ്പ് കണക്ട് ആകും. അതിനുശേഷം എത്ര വാട്സാപ്പ് കണക്ട് ചെയ്യണമെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. വാട്സാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിൽ പ്രൊഫൈൽ എന്നത് ക്ലിക്ക് ചെയ്യാം. ശേഷം സെലക്ട് വാട്സാപ്പ് എന്നതിൽ കൊടുക്കാം. അതിൽ രണ്ട് വാട്സാപ്പ് അക്കൗണ്ടാണ് കണക്ട് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ മെസ്സേജ് അയക്കാൻ ആവശ്യമായ വാട്സാപ്പ് അക്കൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രൊഫൈൽ ഇൻഫർമേഷൻ കാണാൻ പറ്റും. അടുത്തതായിട്ട് ഇതിൽ നമുക്ക് കുറച്ച് കോണ്ടാക്ട്സ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതിനായി കോണ്ടാക്ട് എന്നത് ക്ലിക്ക് ചെയ്യാം. കോണ്ടാക്ട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ആഡ് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് നെയിം, ഇതിൽ കോണ്ടാക്ട് സേവ് ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടാണ്. ഇതിനുള്ളിൽ നമുക്കിപ്പോൾ demo02 എന്നത് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്ത ശേഷം നമ്മൾ സക്സസ് എന്ന് കാണിക്കും. അത് ഇനി കോണ്ടാക്ട്സ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട് ടോപ്പിലായിട്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എക്സൽ ഫയൽ ഇതിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പോവുകയാണ്. കോപ്പി ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് സക്സസ് എന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്ത നമ്പേഴ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമ്പേഴ്സ് ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഞാൻ ഇപ്പോൾ ബാക്ക് പോരുകയാണ്. demo02 എന്ന് പറഞ്ഞ് ഞാൻ കോണ്ടാക്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ബൾക്ക് മെസ്സേജ് അയക്കണം. അതിന് ബൾക്ക് മെസ്സേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണാം. ന്യൂ ക്യാമ്പയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് വാട്സാപ്പ് അക്കൗണ്ട്. ഫസ്റ്റ് നമ്മൾ ഏത് വാട്സാപ്പിൽ നിന്നാണോ മെസ്സേജ് അയക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിൽ ഈ വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്നുമാണ് മെസ്സേജ് അയക്കേണ്ടത്. അത് സെലക്ട് ചെയ്തു. ഇനി ഈ ക്യാമ്പയിന് ഒരു പേര് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിൽ സെലക്ട് ഗ്രൂപ്പ്, നേരത്തെ സെലക്ട് ചെയ്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മീഡിയ ഫയൽ എന്ന ഓപ്ഷനാണ്. നമുക്ക് ഒന്നുകിൽ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ മീഡിയ മാനേജർ സേവ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താലും മതി. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിളിന് ഈ പോസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഡൺ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കണ്ടന്റ് ആഡ് ചെയ്യണം. ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ കണ്ടന്റ് ആഡ്, ഇതിനെ കോപ്പി ചെയ്ത് ഇവിടെ ക്യാപ്ഷൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അതിനുവേണ്ടി സേവ് ക്യാപ്ഷൻ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. ക്ലിക്ക് ചെയ്ത ശേഷം ഒരു നെയിം കൊടുത്തു. ക്ലിക്ക് ചെയ്ത ശേഷം ഒരു നെയിം കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്കിതിൽ ഗെറ്റ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സേവ് ആയിട്ടുള്ള ഫയൽസ് ഇവിടെ കാണാം. നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ക്യാപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഫിൽ ആകും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇത് സെൻഡ് ചെയ്യണം. അതിനുവേണ്ടി ഈ ടൈം പോസ്റ്റ് എന്ന ഓപ്ഷൻ
നമുക്ക് ഇപ്പോൾ തന്നെയാണ് മെസ്സേജ് അയക്കാനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ടൈം വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ നമുക്ക് വേറെ ടൈം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഷെഡ്യൂൾ ചെയ്തെടുത്താൽ മതിയാവും. ഷെഡ്യൂൾ ചെയ്യാനാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എപ്പോഴത്തേക്കാണോ ഷെഡ്യൂൾ ചെയ്യേണ്ടത് ആ ഡേറ്റും ടൈമും കൂടെ നമുക്ക് ആക്കി കൊടുക്കാം. റാൻഡം മെസ്സേജ് ഇൻട്രവൽ മിനിമം അത് നമുക്ക് 10 ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ എങ്ങനെയാണോ അതനുസരിച്ച് ടൈം കൂട്ടി കൊടുക്കാം. അതനുസരിച്ച് ടൈം കൂട്ടി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. വാട്സാപ്പ് ബ്ലോക്കിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ 15 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് റൺ ആയിക്കോളും. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് പോയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓരോ നമ്പർ കഴിഞ്ഞ് 15 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും മെസ്സേജസ് സെൻഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. അതിനുള്ളിൽ അറിയാൻ പറ്റും ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നമുക്ക് റിഫ്രഷ് ആയി കൊടുക്കുമ്പോൾ പെൻഡിങ് ഓപ്ഷൻ എല്ലാം സെൻഡ് ആയ നമ്പേഴ്സ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബൾക്ക് മെസ്സേജ് അയക്കുന്നത്.